السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. أما بعد. സഹോദരങ്ങളെ, മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും അതിലെ ഗുണപാഠങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഫിറഔനും അവൻ്റെ ആളുകളും കൊണ്ടുവന്ന സാഹിറന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിന് നൽകിയ ആയത്തുകൾ ബോധ്യപ്പെട്ടപ്പോൾ റബ്ബിന് സുജൂദിൽ വീഴുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ചരിത്രമാണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഈ സംഭവത്തിന് ശേഷം ബനു ഇസ്രായേലിനെ കഠിനമായ ദ്രോഹങ്ങൾ വീണ്ടും ഏൽപ്പിക്കാൻ ഫിറഔൻ ആരംഭിച്ചു. അവൻ്റെ ഉപദ്രവങ്ങളും പീഡനങ്ങളുമെല്ലാം 10 മടങ്ങ് വർദ്ധിച്ചു. അവൻ്റെ ആളുകൾ അവനോട് പറഞ്ഞു, അത്തദറു മൂസ വ ഖൗമഹു, നീ ഫിറഔൻ, നിങ്ങൾ മൂസായെയും കൂട്ടരെയും ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ, നിങ്ങളെ ഇബാദത്ത് ചെയ്യാതെ അങ്ങനെ അവരുടെ തോന്നിവാസവുമായി പോകാൻ നിങ്ങൾ വിടുകയാണോ എന്നു പറഞ്ഞു. ഫിറഔൻ പറഞ്ഞു, സനുഖത്തുലു അബ്നാഅഹും, അവരുടെ ആൺമക്കളെ നമ്മൾ അറുകൊല ചെയ്യും, അതുപോലെ എന്നാൽ സ്ത്രീകളെ ജീവിക്കാൻ വിടും. പരിശുദ്ധ ഖുർആനിൽ ഇത് മൂസ അലൈഹിസ്സലാം വരുന്നതിന് മുൻപും വന്നതിന് ശേഷവും ഇത് ആവർത്തിച്ചതായി കാണാം. അതായത് അവർ നേരത്തെ ഈ രൂപത്തിൽ ഉപദ്രവിക്കപ്പെട്ടിരുന്നു. ഫിറഔൻ അവരുടെ ആൺമക്കളെ കൊന്നിരുന്നു. എന്നാൽ മൂസ അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടതിന് ശേഷം, മൂസാ നബിയുടെ ദഅവ അവർക്ക് എത്തിയതിന് ശേഷം, അവൻ ഈ രൂപത്തിൽ സാഹിറന്മാരെ കൊണ്ടുവന്ന് പരാജയം അറിഞ്ഞ ശേഷം വീണ്ടും അത് അവൻ ശക്തമായി ചെയ്യാൻ തുടങ്ങി. ഇസ്രായേൽ മക്കൾ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഖുർആനിൽ നമുക്ക് കാണാം, ഖാലു ഉദീന മിൻ ഖബ്ലി അൻ തഅതിയന വമിൻ ബഅദി മാ ജിഅതന. ഉദീന മിൻ ഖബ്ലി അൻ തഅതിയന, ഓ മൂസ, നിങ്ങൾ വരുന്നതിന് മുൻപ് ഞങ്ങളുടെ സ്ഥിതി ഇത് തന്നെയായിരുന്നു, ഞങ്ങൾ ഉപദ്രവിക്കപ്പെട്ടു. വമിൻ ബഅദി മാ ജിഅതന, നിങ്ങൾ വന്നതിന് ശേഷവും, നിങ്ങൾ നിയോഗിക്കപ്പെട്ടതിന് ശേഷവും ഇത് തന്നെയാണല്ലോ ഞങ്ങളുടെ സ്ഥിതി. നോക്കൂ, ആ ഉമ്മത്തിൻ്റെ അവരനുഭവിച്ച വലിയ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ അവരെ ഈ ചോദ്യത്തിലേക്ക് എത്തിച്ചത്. നോക്കൂ, അതായത് മൂസ അലൈഹിസ്സലാം വരുന്നതിന് മുൻപ് ഇതേ ഉപദ്രവിക്കപ്പെട്ടവനാണവർ. അള്ളാഹുവിൻ്റെ റസൂൽ കലീമുല്ലാഹ് മൂസ അലൈഹിസ്സലാം വന്നതിന് ശേഷവും വീണ്ടും ഫിറഔൻ അവരെ ഇതേ രൂപത്തിൽ ഉപദ്രവിക്കുന്നു. മൂസ അലൈഹിസ്സലാം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഖാല അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും വയസ്തഖ്ലിഫക്കും ഫിൽ അർദി ഫയൻദുറ കൈഫ തഅമലൂൻ. ഖാല അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചേക്കാം. വയസ്തഖ്ലിഫക്കും ഫിൽ അർദ്, എന്നിട്ട് ഭൂമിയിൽ നിങ്ങൾക്ക് അവൻ അധികാരം നൽകിയേക്കാം. അവരുടെ അവർക്ക് ശേഷമുള്ള ഭൂമിയുടെ അവകാശികളാക്കി അള്ളാഹു നിങ്ങളെ മാറ്റിയേക്കാം. ഫയൻദുറ കൈഫ തഅമലൂൻ, എന്നിട്ട് നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്, പിന്നെ നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് അള്ളാഹു നോക്കും. നോക്കൂ, ഈ മൂസ അലൈഹിസ്സലാമിൻ്റെ ഈ വാക്കിൽ വലിയ പാഠങ്ങൾ നമുക്ക് ഉണ്ട്. അതായത് ഒരു ഉമ്മത്ത് എത്ര തന്നെ അടിച്ചമർത്തപ്പെട്ടാലും, നേരെ തിരിച്ച് മറ്റേതെങ്കിലും ഉമ്മത്ത് അധികാരത്തിൻ്റെ എത്ര വലിയ പദവിയിലെത്തിയാലും, അവരുടെ അധികാരം എത്ര
ശക്തമായിരുന്നാലും ഇത് രണ്ടും മാറിമറിയും. ലോകത്തിൻ്റെ ചരിത്രം അതാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. നാം ജനങ്ങൾക്കിടയിൽ തലതിരിച്ചു കൊണ്ടുവരുന്ന ദിനങ്ങളാണ്. അഥവാ ലോകത്ത് അധികാരമുണ്ടായിരുന്ന സമൂഹങ്ങൾ നിങ്ങൾ നോക്കൂ, അധികാരം എപ്പോഴും ഒരു ജനതയുടെ കയ്യിൽ നിന്നിട്ടില്ല. അത് മാറി മാറി വരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനമൃഗത്തെ ഒന്നും മറികടക്കാറുണ്ടായിരുന്നില്ല പൊതുവെ. ഒരിക്കൽ ഒരു അറാബി തൻ്റെ വാഹനമൃഗവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൃഗത്തെ മറികടന്ന് മുന്നിലേക്ക് പോവുകയുണ്ട്. ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ദുനിയാവിൽ എന്ത് തന്നെ ഉയർന്നാലും അള്ളാഹു അതിനെ താഴ്ത്താതിരിക്കുകയില്ല. നിങ്ങൾ രാജ്യങ്ങളുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ, അധികാരം എപ്പോഴും മാറി മറിഞ്ഞതായി കാണാൻ നമുക്ക് കഴിയും. ഫറഔനും കൂട്ടരും അവിടെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വേറെ ആളുകളായിരുന്നു. അവൻ വന്നു, അതിനുശേഷം മറ്റു പലരും വന്നു. ഇങ്ങനെ ലോക ചരിത്രം നമുക്ക് ഈ രൂപത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്നവർ എപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവരാവുകയില്ല. അള്ളാഹു അവർക്ക് അധികാരം നൽകിയേക്കും. അധികാരമുള്ളവർ എപ്പോഴും അധികാരമുള്ളവരാവുകയില്ല. അള്ളാഹു അവരുടെ അധികാരം ഇല്ലാതാക്കിയേക്കും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുൽ പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, എല്ലാ മുൽക്കിൻ്റെയും എല്ലാ അധികാരത്തിൻ്റെയും അധിപതിയായ അള്ളാഹുവെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ഈ അധികാരം എടുത്തു നീക്കുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം ഇസ്സത്ത് നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദരാക്കുന്നു. ബിയദിക്കൽ ഖൈർ, നിൻ്റെ കയ്യിലാണ് എല്ലാ ഖൈറും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഏത് കാര്യത്തിലും കഴിവുള്ളവനാണ്. യഥാർത്ഥത്തിൽ അധികാരം ഏൽപ്പിക്കുന്നതും അത് എടുത്തു മാറ്റുന്നവനും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവൻ്റെ തീരുമാനമനുസരിച്ചല്ലാതെ അതൊന്നും ഒരിക്കലും നടക്കുകയില്ല, സംഭവിക്കുകയില്ല. എന്നു മാത്രമല്ല, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരുന്നവർ പലപ്പോഴും അവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് അധികാരവും മറ്റുമൊക്കെ ലഭിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി അവർ മറന്നുപോവുകയും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന അവസ്ഥയിൽ അവർ എത്തിച്ചേരുകയും ചെയ്തേക്കാം. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് നാട്ടിലും മുസ്ലിമീങ്ങളാകട്ടെ, അവർക്ക് പ്രയാസങ്ങളുണ്ട്. എന്നിട്ട് അവർ അധികാരത്തിൽ വന്നാൽ എന്താണ് അവരുടെ നിലപാട്? എന്താണ് അവർ ചെയ്യുന്നത്? അള്ളാഹു റബ്ബുൽ ആലമീൻ, റബ്ബ് സുബ്ഹാനഹു വ തആല അവങ്കൽ അതെല്ലാം രേഖപ്പെടുത്തപ്പെടും. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, നോക്കൂ, അള്ളാഹു നിങ്ങൾക്ക് അധികാരം നൽകുകയും ഫയൻദുറ കൈഫ തഅമലു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഒരു ജനതയുടെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം, അവരുടെ തനി നിറം പുറത്തേക്ക് വരിക അവർക്ക് അധികാരം ലഭിച്ചാലാണ് എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് എപ്പോഴൊക്കെ അധികാരം അവരല്ലാത്തവർക്ക് മേൽ ലഭിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അങ്ങേയറ്റത്തെ നീതിയോടെയും കാരുണ്യത്തോടെയുമാണ് മുസ്ലിമീങ്ങൾ അവരുടെ കീഴിലുള്ള മുസ്ലിമീങ്ങളല്ലാത്തവരോട് പെരുമാറിയിട്ടുള്ളത്. മുസ്ലിമീങ്ങളുടെ ചരിത്രം അതാണ്. മുസ്ലിമീങ്ങൾക്ക് അധികാരമുണ്ടായിരുന്ന നാടുകൾ, കാലഘട്ടങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അത് വളരെ തെളിഞ്ഞു കാണാൻ സാധിക്കും. ഏറ്റവും നീതിയിൽ അതുപോലെ കാരുണ്യത്തിൽ അവരല്ലാത്തവരോട് പെരുമാറി. അതേസമയം സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾക്കെതിരിൽ അധികാരമുള്ളവർ പലരും ചെയ്തു കൂട്ടുന്നത് എന്താണ് എന്ന് ആരും പ്രത്യേകം പറയേണ്ടതില്ലാത്ത വിധം ആർക്കും അറിയാവുന്ന കാര്യമാണ്. മൂസ അലൈഹിസ്സലാം ഈ രൂപത്തിൽ അവരോട് സബർ കൈക്കൊള്ളാൻ, ക്ഷമ കൈക്കൊള്ളാൻ പറഞ്ഞു. ക്ഷമിക്കാൻ
റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സബർ കൈക്കൊള്ളാൻ അള്ളാഹുവിൻ്റെ റസൂൽ മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. റബ്ബ് സുബ്ഹാനല്ലാഹ് ഈ ഇത്രയും മുസ്തദഅഫുകളായ അടിച്ചമർത്തപ്പെട്ടവരെയാണ് പിന്നീട് ആ നാട്ടിൻ്റെ അധികാരികളാക്കി മാറ്റുന്നത്. അപ്പോൾ സൂറത്തുൽ ഖസസിൽ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, നാം ഉദ്ദേശിക്കുന്നു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. ഫിർഔൻ അവൻ്റെ നാട്ടുകാരെ രണ്ട് കൂട്ടരാക്കി തിരിച്ചു. ഒരു കൂട്ടരെ അവൻ അടിച്ചമർത്തി. എന്നാൽ അള്ളാഹു പറയുകയാണ്, നാം ഉദ്ദേശിച്ചത് എന്താണ്? ഈ അടിച്ചമർത്തപ്പെട്ടവരെ നേതാക്കന്മാരാക്കി അധികാരമുള്ളവരാക്കി മാറ്റാൻ, അവരെ ആ ഭൂമിയുടെ അനന്തരാവകാശികളാക്കി മാറ്റാൻ അള്ളാഹു അത് ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എത്ര ശക്തമാണ് അവൻ്റെ അധികാരമെങ്കിലും. ഫിർഔന ദിൽ ഔതാദ് എന്നാണ് ഖുർആനിൽ അള്ളാഹു അവനെ വിശേഷിപ്പിച്ചത്. ദിൽ ഔതാദ് എന്നാൽ ആണികൾ അടിച്ചതുപോലെ അത്രയും ശക്തമായി ഒരു നിലക്കും ഇളകിപ്പോകാൻ സാധ്യതയില്ല എന്ന ആളുകൾക്ക് തോന്നുമാറ് ഭദ്രമായ അധികാരമായിരുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ഇത് സംഭവിച്ചു. ഒന്നാകെ അള്ളാഹു റബ്ബുൽ ആലമീൻ കാര്യം കീഴ്മേൽ മറിച്ചു. അള്ളാഹു അവൻ്റെ അധികാരം എടുത്തു നീക്കി. അതിനു മുമ്പുള്ള കാര്യമാണ്. മൂസ അലൈഹിസ്സലാം അവരോട് ക്ഷമ കൈക്കൊള്ളാൻ പറഞ്ഞു. അതിനിടയിലാണ് അവരെ പരീക്ഷണങ്ങൾ പിടികൂടിയത്. നമ്മൾ മുമ്പ് അത് സൂചിപ്പിച്ചതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ചില ആയത്തുകൾ, വെള്ളപ്പൊക്കവും അതുപോലെ രക്തവും വെട്ടുകിളിയും ഒക്കെ പോലെയുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു അവർക്ക് നൽകി. ഓരോന്ന് വരുമ്പോൾ അവർ മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിൽ വന്ന് പറയും, യാ സാഹിറു ഉദ്ഉ ലനാ റബ്ബക്, ഓ സാഹിർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ സാഹിർ എന്ന് വിളിച്ചത് പരിഹസിച്ചിട്ടല്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം സാഹിർ എന്നത് അവരുടെ നാട്ടിൽ ഒരു മോശം പദവിയല്ല, മറിച്ച് അത് ഒരു ഉയർന്ന പദവിയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, റബ്ബിനോട് പ്രാർത്ഥിക്കുക, ഇത് നീക്കി തന്നാൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, ഇസ്രായേൽ മക്കളെ നിങ്ങളുടെ കൂടെ അയച്ചു കൊള്ളാം. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് നീക്കി കൊടുത്താലാകട്ടെ വീണ്ടും പഴയപടി തന്നെ. ഇങ്ങനെ ഈ അവസ്ഥ തുടർന്നുകൊണ്ടിരുന്നു. ഫിർഔൻ അതിനിടയിൽ പറഞ്ഞു, ഞാൻ മൂസായെ കൊല്ലാൻ പോവുകയാണ്. അഖ്തുൽ മൂസ വലിയദു റബ്ബഹ് ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. ഫിർഔൻ പറഞ്ഞു, ഞാൻ മൂസായെ കൊല്ലാൻ പോവുകയാണ്. ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. നിങ്ങളുടെ ദീൻ അവൻ മാറ്റിമറിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുമെന്ന്. ഈ ആയത്തിനെക്കുറിച്ച് മുൻഗാമികൾ പറയുകയുണ്ടായി, ഫിർഔൻ അവൻ്റെ ജനതയിൽ ഒരു വാഇദിനെ പോലെ സംസാരിച്ചുവെന്ന്. ഒരു വാദ് പറയുന്ന, ഉപദേശിക്കുന്ന, അവർക്ക് നന്മ ഉദ്ദേശിക്കുന്ന ഒരാളെപ്പോലെ അവൻ സംസാരിച്ചുവെന്ന്. നോക്കൂ നിങ്ങൾ, എത്ര വലിയ ബാത്തിലാണ് അവൻ്റെ കയ്യിലുള്ളത്. പക്ഷെ പറയുന്നത് നോക്കൂ, നേരെ കാര്യം അട്ടിമറിച്ചുകൊണ്ടുള്ള സംസാരമാണ്. മുസാഹിങ്ങളുടെ ദീൻ മാറ്റിമറിക്കും, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും. ഏറ്റവും വലിയ മുഫ്സിദാണ് ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച്. നോക്കൂ, ഇങ്ങനെ അവൻ പറഞ്ഞു. ആ സമയത്താണ് ഫിർഔനിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന മുഅ്മിനായിരുന്ന, എന്നാൽ തൻ്റെ ഈമാൻ മറച്ചു വച്ചിരുന്ന ഒരാളുടെ കഥ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഈ അവസരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് ഗാഫിറിൽ നമുക്ക് അത് കാണാം. ഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. വഖാല റജുലുൻ മുഅ്മിൻ, മുഅ്മിനായിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, മിൻ ആലി ഫിർഔൻ, ഫിർഔനിൻ്റെ കുടുംബത്തിലെ മുഅ്മിനായിരുന്ന ഒരാളായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ സന്തതികൾ അവരാണ് മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത്. ഖിബ്തികളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിട്ടുള്ളൂ എന്നാണ് പല മുഫസ്സറുകളും പറഞ്ഞിട്ടുള്ളത്. വിരലിലെണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രം ഖിബ്തികളിൽ ഉള്ള ആളുകൾ, ഫിർഔനിൻ്റെ വംശക്കാർ. എന്നാൽ അവരിൽ ഉള്ള ഒരാളായിരുന്നു, മുഅ്മിനായിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം എന്താണ് ചെയ്തത്? യക്തുമു ഈമാൻ, തൻ്റെ ഈമാൻ മറച്ചു വെക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണത്? അത് കുഫറിന് ശക്തിയുള്ള, ഈമാനിന് ദൗർബല്യമുള്ള സ്ഥിതിവിശേഷവും കാലവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും. എന്നാൽ ഇസ്ലാമിനും ഈമാനിനും ശക്തിയും കുഫറിനും ഷിർക്കിനുമെല്ലാം ദൗർബല്യവുമുള്ള കാലത്ത് നേരെ തിരിച്ചുള്ള കൗമുണ്ടാവും. ആരായിരിക്കും അത്? മുനാഫിഖുകൾ.
അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ബദറിന് ശേഷമാണ് മുനാഫിക്കുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്ന്. ബദറിന് ശേഷമാണ് മുനാഫിക്കുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിന് മുമ്പ് നേരെ തിരിച്ച് ഈ പറഞ്ഞതുപോലുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈമാൻ ഉള്ളിൽ മറച്ചു വെച്ച് പുറത്തേക്ക് വെളിപ്പെടുത്താത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഇമാം ബിൻ കസീർ റഹിമഹുല്ലാ സൂറത്തുൽ ബഖറയിൽ മുനാഫിക്കുകളെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന വമിന നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ എന്ന ആയത്ത് മുതലുള്ള തഫ്സീറിൻ്റെ ഭാഗത്ത് ഇക്കാര്യം പറഞ്ഞത് കാണാം. കാരണം ബദറിന് ശേഷമാണ് മുസ്ലിമീങ്ങൾ ആ രൂപത്തിൽ ഇസ്സത്തുള്ളവരായി മാറിയത്. ഹക്ക് കൊണ്ട്, തെളിവ് കൊണ്ടുള്ള വിജയം, അതുകൊണ്ടുള്ള ഇസ്സത്ത് അവർക്ക് മുന്നേ ഉണ്ട്. പക്ഷേ സായുധമായി കായികമായി ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ആ ഇസ്സത്ത് ബദറിന് ശേഷമാണ് മുസ്ലിമീങ്ങൾക്കുണ്ടായത്. അപ്പോൾ മുനാഫിക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ അവനൊക്കെ താൻ മുസ്ലിമാണെന്ന് പറഞ്ഞു വന്നത് ഇതിനു ശേഷമായിരുന്നു. അതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ നോക്കൂ, ഈ രൂപത്തിൽ ഇസ്ലാം അത് ശക്തിയില്ലാതിരിക്കുന്ന, മുസ്ലിമീങ്ങൾക്ക് ഖുവത്തില്ലാത്ത കാലത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാം. അദ്ദേഹം പറഞ്ഞു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, തൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരാളെ കൊല്ലുകയോ? നിങ്ങൾ അയാളെ കൊല്ലരുത്, അങ്ങനെ ചെയ്യരുത് എന്നല്ല പറയുന്നത്. പിന്നെയോ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ശൂറയുടെ ശൈലിയിൽ, അല്ല അത് ശരിയാകുമോ എന്ന രൂപത്തിൽ ഒരു കൂടിയാലോചനയുടെ ശൈലിയിൽ ആണ് ഇദ്ദേഹം പറഞ്ഞത്. കാരണം ഇദ്ദേഹം തൻ്റെ ഈമാൻ അതുവരെ മറച്ചു വച്ചിരുന്ന ആളായിരുന്നു. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരാളെ കൊല്ലുകയോ? സുബ്ഹാനല്ലാഹ്, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഇതേ വാക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. എപ്പോഴാണിത്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം കഅബയിൽ നിസ്കരിക്കാൻ നിൽക്കുകയായിരുന്നു. മക്ക കാലഘട്ടത്തിലാണ്, കഅബയുടെ അരികിൽ. അപ്പോൾ മുശ്രിക്കുകളിൽ ഒരാൾ വന്ന് ഒരു മുണ്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിന് മുറുക്കുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിന് മുറുക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് ഓടി വന്നു. മുശ്രിക്കുകൾ പലരും ഉണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, അബൂബക്കർ സിദ്ദീഖ് ഒരാളെ പിടിച്ച് തള്ളി മാറ്റുന്നു, മറ്റേ ആളെ അങ്ങോട്ട് നീക്കുന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുകയാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന്. പിൽക്കാലത്ത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ഈ സംഭവം ഉദ്ധരിക്കുകയുണ്ടായി. ഏത് സംഭവം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ചെയ്ത സംഭവം. എന്നിട്ട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പണ്ട് മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്. കാരണം ഖിസ്സത്തു മൂസ അലൈഹിസ്സലാമിൻ്റെ കഥയിലുള്ള ആൾ തൻ്റെ ഈമാൻ മറച്ചു വെച്ചിരുന്ന ആളായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഉറക്കെ പറഞ്ഞത് വെളിപ്പെടുത്തിയ ആളായിരുന്നു. ഒക്കെ നിങ്ങൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം എത്രയായിരുന്നു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറയുകയും ഷിയഅത്തു അലി, അലിയുടെ കക്ഷിയാണ് ഞങ്ങൾ എന്ന് പറയുകയും, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ ധാരാളം സഹാബിമാരെയും ചീത്ത പറയുന്നവർക്ക് അലിയുടെ മാർഗവുമായി എന്ത് ബന്ധമാണുള്ളത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ് ഈ പുകഴ്ത്തി അബൂബക്കർ സിദ്ദീഖിനെ ഈ രൂപത്തിൽ പുകഴ്ത്തി പറയുന്നത്. അവരങ്ങനെയായിരുന്നു. അവർ ഉമർ ഇബ്നുൽ ഖത്താബിനെ റളിയല്ലാഹു അൻഹു, ഉമറിനെ ഖബറടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖിൻ്റെയും അരികിലേക്ക് ഉമറിൻ്റെ ജനാസയും കൊണ്ടുപോകുന്ന സമയത്ത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അതെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ എത്രയോ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും പോയി, ഞാനും അബൂബക്കറും ഉമറും വന്നു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ആവർത്തിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉമറിന് ഏറ്റവും യോജിച്ച ഇടമാണത്. ഉമറിൻ്റെ രണ്ട് സാഹിബുകൾക്ക് അരി, അള്ളാഹുവിൻ്റെ റസൂലിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബായ അബൂബക്കർ സിദ്ദീഖിനും അരികിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ കൂടെ ഹസനോ അല്ലെങ്കിൽ ഹുസൈനോ രണ്ടിലൊരാളുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുട്ടിയെ എടുത്തിട്ട് പറയുകയാണ്, ബി അബി ഷബീഹും ബിൻ നബി ലാ ഷബീഹും ബി അലി. കുഞ്ഞ് ഇതാരെ പോലെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ, നബിയെ പോലെയാണ് കാണാൻ, അലിയെ പോലെയല്ല. അലി റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുകയും ചിരിക്കുകയുമാണ്. നോക്കൂ നിങ്ങൾ, അവർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധവും സ്നേഹവും എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഥയിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ ഇദ്ദേഹം ഫിറഔനോടും കൂട്ടരോടും പറയുകയുണ്ടായി, എങ്ങനെയാണ് അള്ളാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരാളെ കൊല്ലുക? വഖദ് ജാഅക്കും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. വയ്യകു കാദിബൻ ഫഅലൈഹി കദിബു, അദ്ദേഹം പറയുന്നത് കളവാണ് എങ്കിൽ അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കേണ്ടി വരിക അദ്ദേഹം തന്നെയാണ്. വയ്യകു സാദിഖ യുസിബുക്കും ബഅദുല്ലദി യഇദുക്കും, ഇനി അതല്ല, അദ്ദേഹം പറയുന്നത് സത്യമാണ് എങ്കിലോ ആ പറയുന്ന ശിക്ഷ, ആ താക്കീത് നൽകുന്ന ശിക്ഷ നിങ്ങളെ ബാധിക്കുകയും ചെയ്യും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്, അള്ളാഹു അതിരുവിട്ടവനെ, കളവ് പറയുന്നവനെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. നോക്കൂ, അത് യഥാർത്ഥത്തിൽ ഇവിടെ ആർക്കാണ് യോജിക്കുക? ഫിറഔനാണ് യോജിക്കുക. അദ്ദേഹം ആ സദസ്സിൽ മൂസ അലൈഹിസ്സലാമിനെ കൊല്ലാതിരിക്കാൻ ഈ ഉപദേശങ്ങൾ നടത്തുകയാണ്. യാ ഖൗമി ലക്കുമുൽ മുൽക്കു യൗമ ളാഹിരീന ഫിൽ അർദ് ഫമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ ഖാല ഫിർഔനു മാ ഉരീകും ഇല്ലാ മാ അറാ വമാ അഹ്ദീകും ഇല്ലാ സബീല റഷാദ്. അദ്ദേഹം പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ഇന്ന് ഈ ഭൂമിയിൽ അധികാരമുണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ ശിക്ഷ എങ്ങാനും വന്നാൽ ആര് നമ്മെ സഹായിക്കും? ഈ പട്ടാളമോ ഈ സൈന്യങ്ങളോ ഈ ആയുധങ്ങളോ ഒന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ മതിയാവുകയില്ല. ആ സമയത്ത് ഫിർഔൻ പറഞ്ഞു, മാ ഉരീകും ഇല്ലാ മാ അറാ, ഞാൻ നിങ്ങളെ നയിക്കുന്നത് എനിക്ക് ശരിയായി ബോധ്യപ്പെട്ട മാർഗമേതോ അതിലേക്കാണ്. വമാ അഹ്ദീകും ഇല്ലാ സബീല റഷാദ്, ഞാൻ നിങ്ങളെ നയിക്കുന്നത് നേരായ വഴിയിലേക്കാണ്. ഇമാം ബിൻ കസീർ പറഞ്ഞു, രണ്ടും കളവാണ്. ഒന്നെന്താണ്, എനിക്ക് ശരിയായി തോന്നുന്ന വഴിയിലേക്കാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്, അത് കളവാണ്. കാരണം അവൻ അറിയാം ഇത് തെറ്റാണ്. മൂസ അലൈഹിസ്സലാം അവനോട് പറഞ്ഞിട്ടുണ്ട്, ലഖദ് അലിംത മാ അൻസല ഹൗലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദി ബസായിർ വഇന്നി ലഅദുന്നുക യാ ഫിർഔനു മസ്ബൂറ. ഫിർഔൻ, നിനക്കറിയാം ഇതൊക്കെ അവതരിപ്പിച്ചത് ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവാണ്, നീ ഒരു നശിച്ചവനായിട്ടാണ് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത്. മൂസ അലൈഹിസ്സലാം ഫിർഔനോട് പറഞ്ഞ വാക്കാണത്. അവനറിയാമത്. പിന്നെയോ, ഞാൻ നേരായ വഴിയിലേക്കാണ് നയിക്കുന്നത്. അല്ല, ഏറ്റവും വലിയ നാശത്തിൻ്റെ വഴിയിലേക്കാണ് അവൻ ആളുകളെ നയിക്കുന്നത്. അവൻ്റെ അനുയായികളെ കൊണ്ടുപോയത് അവിടേക്കാണ്. യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫഔറദഹുമുൻ നാർ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, അവൻ്റെ ജനതയ്ക്ക് മുന്നേ പോയി, എന്നിട്ട് അവരെ കൊണ്ടുപോയി നയിച്ചത് എങ്ങോട്ടേക്കാണ്? നരകത്തിലേക്കാണ്. കാലികളെ ഇടയൻ തെളിച്ചു കൊണ്ടുപോയി വെള്ളത്തിലേക്ക്, അതിന് കുടിക്കാനുള്ള വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അവൻ്റെ അനുയായികളെ കൊണ്ടുപോയി എങ്ങോട്ടേക്ക്? നരകത്തിൽ. എല്ലാം കൂടി നരകത്തിലേക്ക് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഈ ഭൂമിയിൽ അവർ നശിച്ചത് എങ്ങനെയാണ്? വെള്ളത്തിൽ മുങ്ങിയിട്ടാണ്. അതോടെ അവർ കടന്ന് എരിയുന്നത് എവിടെയാണ്? നരകത്തിലാണ്. ഇതുപോലെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയെ പോലെ. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അവരെ തെറ്റുകൾ കൊണ്ട് ഊഗ്രിഖു, മുക്കി നശിപ്പിക്കപ്പെട്ടു. ഫൗദ്ഖിലൂ നാറ, വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെട്ടു. ഉടനെ എവിടേക്കാണ് പോകുന്നത്? ഫൗദ്ഖിലൂ നാറൻ, നരകത്തിലേക്കാണ്. അന്ത്യനാൾ സംഭവിക്കുന്നതുവരെ അവർ നരകശിക്ഷ ആസ്വദിച്ചു കൊണ്ടിരിക്കും ബർസഖിൽ, ഒരു സംശയവുമില്ല. അന്ത്യനാൾ സംഭവിക്കുന്നതുവരെ നരകശിക്ഷ ബർസഖിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കും.
മുക്കി നശിപ്പിക്കപ്പെടുകയാണ്. ഈ ദുനിയാവിൽ നിന്യമായ ശിക്ഷ ഉടനെ അതിൻ്റെ നേർ വിപരീതമായ കാര്യം കൊണ്ട്, വെള്ളം കഴിഞ്ഞ് പിന്നെ നേരെ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ്. സല്ലല്ലാഹു അലൈഹി ആഫിയ. കുനികൾ ഇങ്ങനെ ഇദ്ദേഹം അവരെ താക്കീത് ചെയ്തു, പരലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതുപോലെ കഴിഞ്ഞ സമുദായങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി, അവർക്ക് എന്ത് സംഭവിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്നി അഖാഫു അലൈക്കും മിസ്ല യൗമിൽ അഹ്സാബ് മിസ്ല ദഅബി ഖൗമി നൂഹ് വആദി വസമൂദ വല്ലദീന മിൻ ബഅദിഹിം വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ഇബാദ്. ഇതാ നിങ്ങൾക്ക് ഈ പഴയ സമുദായങ്ങൾക്ക് വന്നു ചേരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതായി നിങ്ങൾക്ക് ഈ സൂറത്തു ഗാഫിറിൽ കാണാം. ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹം പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഒടുവിൽ നോക്കൂ, അദ്ദേഹത്തിൻ്റെ വാക്കായി ഖുർആനിൽ നമുക്ക് കാണാം, ഫസതദ്കുറൂന മാ അഖൂലു ലക്കും വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഈ പറഞ്ഞ ആയത്ത് മുതൽ, വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് എന്ന ആയത്ത് തൊട്ടിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ പരിശുദ്ധ ഖുർആനിൽ എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞത്, നിങ്ങൾ ആ ആയത്തുകളുടെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കണം. സുബ്ഹാനല്ലാഹ്, ആയത്തുകളൊന്ന് മനസ്സിരുത്തി നോക്കണം. എത്രമാത്രം ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളാണ് അദ്ദേഹം ആ ജനതയോട് പറഞ്ഞത്. ആ വാക്കുകൾ നമുക്ക് കാണാം, വയാ ഖൗമി മാലി അദ്ഉഉകും ഇലൻ നജാഹ് വതദ്ഉനനി ഇലൻ നാർ. ഓ എൻ്റെ ജനങ്ങളെ, എനിക്കെന്തൊരനുഭവമാണ്. അദ്ഉഉകും ഇലൻ നജാഹ്, ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് വിളിക്കുന്നു. വതദ്ഉനനി ഇലൻ നാർ, നിങ്ങൾ എന്നെ നരകത്തിലേക്ക് വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണ്, ആലോചിച്ച് നോക്കൂ. അതുപോലെ കാണാം, യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ മതാ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഓ എൻ്റെ ജനങ്ങളെ, ഇതാ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തീർന്നു പോകുന്ന ഒരു വിഭവം മാത്രമാണ്. ഇന്നമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ മതാ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. പരലോകമാകട്ടെ അത് ദാറുൽ ഖറാറാണ്, എന്നെന്നും നിലനിൽക്കുന്ന സ്ഥിരവാസത്തിൻ്റെ ലോകമാണ് എന്നിങ്ങനെ സുബ്ഹാനല്ലാഹ് അങ്ങേറ്റം മനസ്സിൽ തട്ടുന്ന ഉപദേശങ്ങൾ അദ്ദേഹം പറഞ്ഞത് കാണാം. അവസാനം പറഞ്ഞ വാക്കായ ഖുർആനിൽ വന്നിട്ടുള്ളത് എന്താണ്? ഫസതദ്കുറൂന മാ അഖൂലു ലക്കും, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഓർക്കുന്ന ഒരു നാൾ വരും. ഇങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരു നാൾ വരാനുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര ശക്തമായ താക്കീതാണ്. ഫസതദ്കുറൂന മാ അഖൂലു ലക്കും, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഓർക്കും, വഴിയേ നിങ്ങൾ ഓർക്കും. നിങ്ങൾക്കത് ഓർമ്മ വരുന്ന രംഗം വരാനുണ്ട്. വഉഫവ്വിദു അംരി ഇലല്ലാഹ്, എൻ്റെ കാര്യം ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിമകളെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അള്ളാഹു അതിന് ശേഷം പറഞ്ഞു, ഫവഖാഹു അല്ലാഹു സയ്യിആതി മാ മകറു, അദ്ദേഹത്തെ അവരുടെ കുതന്ത്രത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തഫ്സീറുകൾ നമുക്ക് കാണാം, അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല, അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിരുന്നു. മൂസ അലൈഹിസ്സലാമിൻ്റെ കൂടെ കടൽ പിളർന്ന് രക്ഷപ്പെട്ട ബനു ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. വല്ലാഹു തആല ആലം. അപ്പോൾ നോക്കൂ, ഈ ഉപദേശം അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി. പക്ഷേ നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ ശുദ്ധീകരിക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അവരിലേക്ക് എത്ര നല്ല സംസാരം സംസാരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലുകൾ വന്നാലും നോക്കൂ നിങ്ങൾ, ഒരു റസൂലല്ല, അവരിലേക്ക് 2 റസൂലാണ് വന്നത്, മൂസാ നബിയും ഹാറൂൻ നബിയും. ഇങ്ങനെ 1ഉം 2ഉം 3ഉമെല്ലാം റസൂലുകൾ വന്ന ജനതകൾ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരൊറ്റ ജനതയിലേക്ക് അള്ളാഹു തുടരെ റസൂലുകൾ നിയോഗിക്കുക. സൂറത്ത് യാസീനിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവരിലേക്ക് നാം 2 റസൂലുകൾ നിയോഗിച്ചു. പിന്നെയോ അസ്സസ്ന സാലിസിൻ, 3ാമതൊരു റസൂലിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി. എന്താണ് ഉണ്ടായത്? സുബ്ഹാനല്ലാഹ്, ഒരാൾ അങ്ങ് ദൂരെ നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞതാ, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ഈ റസൂലുകളെ പിൻപറ്റൂ നിങ്ങൾ. പറഞ്ഞ ആളെ കൊന്നു കളഞ്ഞു, ഉപദേശിച്ച ആളെ കൊന്നു കളഞ്ഞു എന്നാണ്.
നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലുകളെ പോലെ ദഅവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ഹിക്മത്ത് അറിയുന്ന വേറെ ആരാണുള്ളത്? അവരുടെ വാക്ക് മോശമായതുകൊണ്ടാണോ? അവരുടെ സ്വഭാവം മോശമായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല, നഊദു ബില്ലാഹ്. പക്ഷേ അള്ളാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചവരല്ല അത് സ്വീകരിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അള്ളാഹുവിൻ്റെ റസൂലുകളുടെ മാതൃക അനുസരിച്ചിട്ടല്ലാതെ ദഅവ സാധ്യമല്ല. മനസ്സിലായി? അതിൻ്റെ ഒരു രീതിയുണ്ട്. എന്താദ്യം പറയണം? നിങ്ങൾ ആദ്യം തൗഹീദ് പറയരുത്, ശിർക്ക്, തൗഹീദ്, ബിദ്അത്ത്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ആളുകൾക്ക് വെറുപ്പുണ്ടാവും. മറിച്ച് നിങ്ങൾ അവരോട് അതല്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യോജിക്കാവുന്ന കാര്യങ്ങൾ പറയുക എന്ന് പറയുന്ന ചില ആളുകൾ കാണാം. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ നബിമാർക്കാണോ ഏറ്റവും നന്നായി ദഅവത്ത് അറിയുന്നത്, അതല്ല നിങ്ങൾക്കാണോ? അള്ളാഹുവിൻ്റെ നബിമാരുടെ ദഅവത്ത് എങ്ങനെയായിരുന്നു? അവരുടെ എല്ലാം ആദ്യത്തെ വിഷയം എന്തായിരുന്നു? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല. അള്ളാഹുവിൻ്റെ നബിമാർ വന്ന സമൂഹങ്ങളാകട്ടെ ഒരുപാട് തിന്മകളുള്ള ആളുകളാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ജനത, അവരിൽ ഏത് തിന്മയാണ് ഇല്ലാത്തത്? മദ്യപാനം അതിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ അവരിൽ വേരുറച്ചിരുന്നു. വ്യഭിചാരം ഉണ്ടായിരുന്നു. അതുപോലെ ചെറിയ കുട്ടികളെ, പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ഗോത്രങ്ങൾ അവരിലുണ്ടായിരുന്നു. പലിശ ഉണ്ടായിരുന്നു. ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ യഅകുലു അൽ ഖവിയ്യു അദ്ദഈഫ്, ശക്തൻ ദുർബലനെ തിന്നു തീർക്കുന്ന, അഥവാ സമൂഹത്തിൽ പണവും അധികാരവും ഒക്കെ ഉള്ളവൻ, മേൽക്കോയുമൊക്കെ ഉള്ളവൻ താഴെയുള്ളവൻ അടിച്ചമർത്തുന്ന അവസ്ഥയാണ് അവരിലുണ്ടായിരുന്നത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊല്ലൻ്റെ പണിയെടുത്ത ആളായിരുന്നു. അദ്ദേഹം ആസ് ബിൻ വായിൽ എന്ന മുശ്രിക്കിന് ഇങ്ങനെ ഒരു ജോലി ചെയ്തു കൊടുത്തു. അവൻ പറഞ്ഞ് ജോലി എഴുതു. ജോലി കഴിഞ്ഞ് കൂലി ചോദിച്ചു എന്നപ്പോൾ ആസ് ബിൻ വായിൽ പറയാണെന്ത്, അത് ഇസ്ലാം ഒഴിവാക്കിയിട്ട് വാ, ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്ന കേട്ടു, മുഹമ്മദിനെ പറ്റി എന്ന് പറയുന്ന കേട്ടു, ഒഴിവാക്കിയിട്ട് വരാം, എന്നാൽ കൂലി തരാം. ഒക്കെ നിങ്ങൾ എന്തൊരു ധാർഷ്ട്യമാണ്, എന്തൊരു ധാർഷ്ട്യമാണ്. പരലോകമുണ്ട് എന്നാണല്ലോ നീ വാദിക്കുന്നത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരിച്ച് തിരിച്ചു വന്നാൽ പോലും ഞാനത് ചെയ്യുക, അല്ലെങ്കിൽ നീ മരിച്ച് രണ്ടാമതും തിരിച്ചു വന്നാൽ ഞാൻ ഈ പറയുന്ന അനുസരിക്കാം. അപ്പോൾ ആസ് ബിൻ വായിൽ പറഞ്ഞത്രയോ, ശരി, രണ്ടാമത് മരിച്ചാൽ വീണ്ടും ജീവിക്കുമെന്നാണോ നീ പറയുന്നത്? അള്ളാഹു വീണ്ടും ജീവിപ്പിക്കും എന്നാൽ അവിടെ വെച്ച് ഞാൻ കൂലി തരാം. കാരണം ഞാൻ ഇവിടെ പണക്കാരനാണെങ്കിൽ അവിടെയും പണക്കാരനായിരിക്കും. പറഞ്ഞ അർത്ഥം എന്താ? നീ ഇവിടെ എങ്ങനെയാണെങ്കിൽ നീ അവിടെ അങ്ങനെ ആയിരിക്കും. സൂറത്തു മറിയമിൽ ആയത്തുകൾ അള്ളാഹു അവൻ്റെ വിഷയത്തിൽ അവതരിപ്പിച്ചു. أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أطلع الغيب أم اتخذ عند الرحمن عهدا. ഒരുവനെ നീ കണ്ടില്ലേ നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചവൻ, എന്നിട്ട് അവൻ പറയുന്നു എനിക്ക് സമ്പത്തും സന്താനങ്ങളുമെല്ലാം പരലോകത്ത് ലഭിക്കുമെന്ന്. അവൻ എന്താ അള്ളാഹുവിനോട് കരാർ വാങ്ങിയിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കും. അവനെക്കുറിച്ച് സൂറത്തു മറിയമിൽ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് ഈ സംഭവങ്ങൾ കാണാം. അപ്പോൾ നോക്കൂ, ഈ രൂപത്തിലായിരുന്നു മക്ക മുശ്രിക്കുകൾ. എല്ലാവിധ തിന്മകളും അക്രമങ്ങളും അനീതിയും, സമൂഹത്തിലെ അനീതിയും മറ്റും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അങ്ങനത്തെ സമൂഹത്തിലെ അനീതികൾക്കെതിരിൽ എന്താണ് ഈ അടിച്ചമർത്തപ്പെട്ടവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ, തൊഴിലാളികളുടെ ഒരു വിപ്ലവം, ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? അല്ല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അധികാരം പിടിക്കാനല്ല ശ്രമിച്ചത്. എന്നു മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകിയിരുന്നു. ഇത് അവസാനിപ്പിക്കുക, ഈ ദഅവത്ത് അവസാനിപ്പിക്കുക, പകരം എന്ത് തരാം? അധികാരം നൽകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കാനല്ല ചെയ്തത്. ഇപ്പം മെല്ലെ അധികാരം പിടിച്ചിട്ട് ബാക്കി മെല്ലെ ശരിയാക്കാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്? അല്ല, അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം നോക്കൂ, നജ്ജാശിക്ക് അവിടെ അധികാരമുണ്ടായിരുന്നു. അബ്സീനയിൽ നജ്ജാശി ഭരണാധികാരിയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? നജ്ജാശിക്ക് അവിടെ ഭരണമുണ്ട്, പക്ഷേ ഒറ്റക്ക് ഒരാൾ ഭരണാധികാരി ഈമാനുള്ള ആളാണ് എന്നത്
അതുകൊണ്ട് മുസ്ലിമീങ്ങളായ ചിലർക്ക് അഭയം നൽകാൻ സാധിച്ചു എന്നതല്ലാതെ ആ നാട്ടുകാരെ ആ അധികാരം മാറ്റിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് നജ്ജാശി മരണപ്പെട്ടപ്പോൾ, നജ്ജാശി ഹബശയിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മയ്യിത്ത് നിസ്കരിക്കാൻ, പണ്ഡിതന്മാർ അതിൻ്റെ കാരണമായി പറഞ്ഞു അവിടെ ആരും നിസ്കരിക്കാനില്ല, അവിടെ ആളുകൾ മുസ്ലിമീങ്ങളായിട്ടില്ല. അപ്പോൾ നോക്കൂ, മറിച്ച് യഥാർത്ഥത്തിൽ തൗഹീദി ദഅവ അത് അധികാരവും ആധിപത്യവും ഭൂമിയിൽ സൗകര്യവുമെല്ലാം കൊണ്ടുവന്നു തരും. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ. അള്ളാഹു പറയുകയാണ്, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിച്ചവർക്ക് സാലിഹായ അമൽ ചെയ്തവർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഭൂമിയിൽ മുൻകഴിഞ്ഞവർക്ക് അധികാരം നൽകിയതുപോലെ നിങ്ങൾക്കും അധികാരം നൽകുമെന്ന്. ഭയപ്പാടിന് ശേഷം അള്ളാഹു നിർഭയത്വം നൽകുമെന്ന്. ദീൻ പാലിച്ച് ജീവിക്കാനുള്ള സൗകര്യം നൽകുമെന്ന്. നിബന്ധന എന്താണ്? യഅബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ. എന്നെ അവർ ആരാധിക്കണം, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. തൗഹീദ് ഏതൊക്കെ നാടുകളിൽ ശക്തമായിട്ടുണ്ടോ, ഷിർക്ക് ഏതൊക്കെ നാടുകളിൽ ദുർബലമായിട്ടുണ്ടോ, അവിടെയെല്ലാമുള്ള മുസ്ലിമീങ്ങളുടെ സ്ഥിതി നോക്കൂ. അതിനനുസരിച്ച് അവർ ഇസ്സത്തിലായിരിക്കും, പ്രതാപത്തിലായിരിക്കും, അതിനനുസരിച്ച് അവർ ഉയർച്ചയിലായിരിക്കും. എന്നാൽ ഇത് കുറഞ്ഞിട്ടുള്ള നാടുകൾ, ഏത് നാടുകളിലാണോ മസ്ജിദുകളുടെ എണ്ണത്തേക്കാൾ ദർഗകളുള്ളത്, അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ സ്ഥിതി നോക്കൂ. നിങ്ങൾ നേരെ തിരിച്ചുള്ള നാടുകളുടെ സ്ഥിതി നോക്കൂ. ഏതൊക്കെ നാടുകളിലാണോ ദർഗകളെക്കാൾ അധികം മസ്ജിദുകളുള്ളത്, അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ സ്ഥിതി നോക്കൂ. ഇത് വാഖിയായ ആർക്കും കണ്ണു തുറന്നാൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അള്ളാഹു അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അതുകൊണ്ട് നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. മൂസ അലൈഹിസ്സലാം അതിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത്. അള്ളാഹുവിൻ്റെ നബിമാരെല്ലാം ആദ്യം അതിലേക്കാണ് ക്ഷണിച്ചത്. അതല്ലാതെ അധികാരം ആദ്യം മാറ്റുക എന്നതിലല്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാഹ്, നന്മ എന്ന് പറയുന്നത് വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്ന ഇസ്ലാഹാണ്. വ്യക്തിയിൽ നിന്നാണ് തുടങ്ങുക. എന്നാൽ ഈ ഇസ്ലാമിൻ്റെ ഇസ്ലാഹ് മനസ്സിലാക്കാത്ത മറ്റു പല ആശയങ്ങളിൽ നിന്നും ഇസ്ലാം മനസ്സിലാക്കി, കമ്മ്യൂണിസത്തിൽ നിന്നൊക്കെ ഇസ്ലാം മനസ്സിലാക്കിയ പല പ്രസ്ഥാനങ്ങളുമുണ്ട്. അവരൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? ആദ്യം സ്വലാഹ് ആരംഭിക്കേണ്ടത് ഭരണാധികാരിയിൽ നിന്നാണ് എന്നാണ്. അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് താഴേക്ക് വരണം എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇത് തലതിരിഞ്ഞ ഒരു ധാരണയാണ്. കാരണം അതൊരിക്കലും ശരിയാവുകയില്ല, അങ്ങനെ സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? അതിനൊരു കാരണം, അല്ലാഹു റബ്ബുൽ ആലമീൻ ഏതൊരു ജനതക്കും അവർക്ക് യോജിച്ച ഭരണാധികാരികളാണ് നൽകുക. വകദാലിക നുവല്ലി ബഅദ അദ്ദാലിമീന ബഅദൻ. അങ്ങനെയാണ് അള്ളാഹു അക്രമികളെ, അവരെപ്പോലെയുള്ള അക്രമികളെ അള്ളാഹു ഭരണാധികാരികളായി നൽകുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഏത് നാട്ടുകാരുടെ പൊതു സ്വഭാവം എന്താണോ അങ്ങനെ ആയിരിക്കും അവരുടെ ഭരണാധികാരി. നാട്ടിലെ പൊതു സ്വഭാവം നമ്മൾ നോക്കിയാൽ, ഒരു നാട്ടിൽ ഉദാഹരണത്തിന് നമ്മുടെ നാടെടുത്ത് നമ്മൾ ജനങ്ങളുടെ ഒരു പൊതു സ്വഭാവം നോക്കിയാൽ നമ്മൾ കാണുന്നത് ചതിയും വഞ്ചനയും തട്ടിപ്പും വെട്ടിപ്പും വാഗ്ദാനം ലംഘിക്കലും കള്ളത്തരങ്ങളും ഒക്കെയാണ് എങ്കിൽ അതേ സ്വഭാവം ആരിലും കാണാം, ഭരണാധികാരികളും കാണാം. ഈ സ്വഭാവം വെക്കുക എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഭരണം പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് വിഡ്ഢിത്തമാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രസിദ്ധമായി അറിയപ്പെട്ട ഒരു അസർ, പല കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു അസറുണ്ട്. അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞത്രേ, എന്ത്, അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണം, നിങ്ങളുടെ മുൻപ് ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖിൻ്റെ ഒന്നും ഭരണം ഇങ്ങനെയായിരുന്നില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആളോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് പ്രജകൾ, ഭരണീയർ ഞാനും എന്നെ പോലുള്ളവരായിരുന്നു. ഇന്ന് പ്രജകൾ നീയും നിന്നെ പോലുള്ളവരാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു എന്നാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അസ്സലാഹ് ആരംഭിക്കുക വ്യക്തിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ധാരാളം നബിമാർ അധികാരമോ ഭരണമോ ഇല്ലാത്ത നാടുകളിൽ ജീവിച്ചിരുന്നവരാണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ
ധാരാളം നബിമാർ. അവിടെ അല്ല സലാഹ്. അതേസമയം നോക്കൂ, ദഅവ ആരംഭിക്കുകയും അത് ശക്തി പ്രാപിക്കുകയും അതിന് അധികാരത്തിൻ്റെയും ഭരണത്തിൻ്റെയും പിന്തുണയും സഹായവും ലഭിക്കുകയും ചെയ്താൽ യാതൊരു സംശയവുമില്ല അത് ദഅവത്തിന് മുതൽക്കൂട്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അല്ലാഹുവേ, നീ എനിക്ക് എന്തുകൊണ്ട് സഹായമേകണമേ. വജഅൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ, അധികാരത്തിൻ്റെ സഹായം നീ എനിക്ക് നൽകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അത് നൽകിയിട്ടുണ്ട് മദീനയിൽ വെച്ച്. അത് ലഭിച്ചാൽ യാതൊരു സംശയവുമില്ല ദഅവ അത് വ്യാപിക്കും. പക്ഷെ ആദ്യം അവിടെ നിന്നല്ല, ഈ ദഅവ അത് ആരംഭിക്കുക, അധികാരം വന്നു ചേരും. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് നൽകുമെന്നാണ്. അത് ലഭിച്ചാൽ സംശയമില്ല ദീൻ അത് പ്രചരിക്കാൻ അത് സഹായിക്കും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രസിദ്ധമായ വാക്കുണ്ട്, അല്ലാഹ യസ്ഉ ബിസ്സുൽത്താനി മാ ലാ യസ്ഉ ബിൽ ഖുർആൻ. അല്ലാഹു സുൽത്താനെ കൊണ്ട് ഖുർആനെ കൊണ്ട് തടയാത്തത് പലതും തടയും. ഖുർആൻ കൊണ്ട് അള്ളാഹു തടയാത്തത് പലതും സുൽത്താനെ കൊണ്ട് അള്ളാഹു തടയും. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഖുർആൻ അത് സ്വാധീനിക്കുക, അതുകൊണ്ട് അതിനനുസരിച്ച് തിന്മകൾ ഉപേക്ഷിക്കുക നല്ല ഹൃദയങ്ങളുള്ള ആളുകളാണ്. എന്നാൽ ഖുർആനിൻ്റെ നന്മ ഉൾക്കൊള്ളാത്ത കേടുവന്ന കറ പിടിച്ച ഹൃദയങ്ങൾ ഖുർആനിൻ്റെ അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ വഹീൻ്റെ ഉപദേശം ഉൾക്കൊള്ളുകയില്ല. പക്ഷെ അവൻ തിന്മ ചെയ്യാതിരിക്കും, സുൽത്താൻ്റെ വാള് മേടിച്ചിട്ട് അധികാരം മേടിച്ചിട്ട് അവൻ ചെയ്യാതിരിക്കും. ശരി, രണ്ടായാലും തിന്മയില്ലേ സമൂഹത്തിന് അത് ഗുണകരമാണ്. എങ്ങനെ ആളുകൾ അത് ചെയ്യാതിരുന്നാൽ തിന്മ കുറഞ്ഞാൽ അത് സമൂഹത്തിന് ഗുണകരം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഒരു ഹദ് ഭൂമിയിൽ നടപ്പിലാക്കുക എന്നത് ഇത്ര നാൾ ഭൂമിയിൽ മഴ പെയ്യുന്നതിനേക്കാൾ ഖൈറാണ്. എന്തുകൊണ്ടാണത്? ഒരു തിന്മക്ക് ഇസ്ലാം പറഞ്ഞ ശിക്ഷ ഒരു നാട്ടിൽ മുസ്ലിം ഭരണാധികാരി നടപ്പിലാക്കിയാൽ അതുകൊണ്ട് തിന്മകൾ കുറയും. തിന്മകൾ കുറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നാട്ടിന് ബറക്കത്ത് നൽകുമെന്നാണ്. ഒരുപാട് കാലം മഴ പെയ്താൽ ലഭിക്കുന്നത് എന്താണ്? ഭൂമിയിൽ വിളകൾ വർദ്ധിക്കും, ബറക്കത്തുണ്ടാകും. അതുപോലെ തിന്മകൾ കുറഞ്ഞാൽ, കാരണം തിന്മകളാണ് എല്ലാ മുസീബത്തുകൾക്കുമുള്ള കാരണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ظهر الفساد في البر والبحر بما كسبت أيدي الناس. ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ ബറിലും ബഹറിലും കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ബറിലും ബഹറിലും പല പണ്ഡിതന്മാരും അതിനെ വിശദീകരിച്ചിട്ടുള്ള ബർ എന്നാൽ ജലാശയങ്ങളില്ലാത്ത നാടുകൾ, ബഹർ എന്നാൽ ജലാശയങ്ങളുള്ള നാടുകൾ. മറ്റൊരർത്ഥം എന്താണ്? കരയും കടലും എന്നാണ്. പക്ഷേ മുഫസ്സിറുകൾ പലരും പറഞ്ഞിട്ടുണ്ട് ജലാശയങ്ങളുള്ള നാടിനെ ബഹർ എന്ന് പറയും, അത് ഇല്ലാത്ത നാടിനെ എന്തു പറയും? ബർ എന്ന് പറയും. കാരണം അതാണ് അല്ലാഹു അല കൂടുതൽ യോജിക്കുക. കാരണം ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾ താമസിക്കുന്ന നാടുകളിൽ കുഴപ്പമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതാണ് ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക. എന്താണ് ആ ആയത്തോതി? സുബ്ഹാനല്ലാഹ്, പലരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാഹ് ആരംഭിക്കേണ്ടത് അധികാര കസേരയിൽ നിന്നാണ് എന്ന് പറയുന്ന അതേ ആളുകൾ അവർ പറയുന്നത് കാണാൻ കണ്ടില്ലേ, ഭൂമിയിൽ കുന്നിടിച്ച് നികത്തിയിട്ടും മരം മുറിച്ചിട്ടൊക്കെയാണ് ഭൂമിയിലെല്ലാ ഫസാദ് ഉണ്ടാകുന്നത് എന്നാണ് ഈ ആയത്തിലുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തൊട്ടടുത്ത ആയത്ത് സൂറത്ത് റൂമിൽ ഈ ആയത്തിന് തൊട്ടടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ. ഖുൽ സീറു ഫിൽ അർദ് ഫൻദുറു കൈഫ കാന ആഖിബത്തു അല്ലദീന മിൻ ഖബൽ കാന അക്സറുഹും മുശ്രിക്കീൻ. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കൂ, എങ്ങനെയാണ് മുൻപ് കഴിഞ്ഞുപോയവരുടെ പര്യവസാനം എന്ന് നോക്കൂ. അവരിലധിക പേരും മുശ്രിക്കുകളായിരുന്നു, അല്ലാഹുവിൽ പങ്കുചേർത്തവരായിരുന്നു. ഈ കണ്ട ശിർക്കും കുഫറും വൃത്തികേടുകളും തോന്നിവാസങ്ങളും ഒക്കെ ഭൂമിയിൽ മനുഷ്യർ ചെയ്തു കൂട്ടുക. എന്നിട്ട് മഴ പെയ്യാത്തതിനും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതിനും കുന്നിടിക്കുന്നതിനെയും ഈ കണ്ട മരം മുറിക്കുന്നതിനൊക്കെ പറഞ്ഞിട്ട് നീ എത്ര ആയിരം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടും എത്ര പ്രകൃതി സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടും നീ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ശിർക്കും കുഫറും ഈ തിന്മകളുമൊക്കെ ഭൂമിയിൽ ഇങ്ങനെ വ്യാപകമായാൽ എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? അല്ല, അതാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ തിന്മകൾ ഒരു നാട്ടിൽ വ്യാപിക്കുക എന്നത് അവിടെ വലിയ കുഴപ്പങ്ങൾ അതുകൊണ്ടുണ്ട്. അള്ളാഹുവിനോടുള്ള ധിക്കാരം പോലെ മുസീബത്തുകൾ ഇറങ്ങാൻ അതുപോലെ വേറൊരു കാരണവുമില്ല. അള്ളാഹുലേക്ക് ജനങ്ങൾ മടങ്ങുക, ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക, ഇതുപോലെ മുസീബത്തുകൾ തടയാൻ ഉള്ള വേറെ ഒരു കാരണവുമില്ല.
അതുകൊണ്ടാണ് നോക്കൂ, മഴ മുടങ്ങിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ അതാണ് വർദ്ധിപ്പിച്ചിരുന്നത്. സലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിൽ എന്താണുള്ളത്? യഥാർത്ഥത്തിൽ പാപമോചന പ്രാർത്ഥനയാണ് കൂടുതലായി ഉള്ളത്. അതുപോലെ നോക്കൂ, ആ നിസ്കാരത്തിലെ ദുആയിനിടയിൽ കാണുന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തട്ടം തിരിച്ചിട്ടിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു അത് തഫാഉലാണ്. അല്ലാഹു ഇതാ തിന്മകളുടെ, നിന്നോടുള്ള ധിക്കാരത്തിൻ്റെ സ്ഥിതി ഞങ്ങളിതാ മാറ്റുന്നു, നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങിയിരിക്കുന്നു, നന്മയിലേക്ക് ഇസ്തിഗ്ഫാറിലേക്ക് മടങ്ങി, ഈ അവസ്ഥ നീ മാറ്റി തരണേ എന്ന തഫാഉൽ, ആ ശുഭപ്രതീക്ഷയുടെ അടയാളമായിട്ടാണ് അത് മാറ്റുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഖൈർ ഇസ്ലാഹ് അത് നമ്മിൽ നിന്ന് ആരംഭിക്കുക, ഓരോരുത്തരും അവനവനിൽ നിന്ന്, എന്നിട്ട് തൊട്ടടുത്തുള്ളവരോട്. അങ്ങനെയാണ് സമൂഹം നന്നാവുക, അങ്ങനെയാണ് നാട് നന്നാവുക, അങ്ങനെയാണ് ലോകം നന്നാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുന്ന് മുമ്പ് കഴിഞ്ഞുപോയ നബിമാരുടെ എല്ലാം മാതൃക അതാണ് അവരുടെ മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഈ രൂപത്തിൽ ഇദ്ദേഹം പറയുകയും അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ, മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. പിന്നീട് അതാ ബനു ഇസ്രായേൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ മഹത്തായ സംഭവം നടക്കുകയാണ്. ഇസ്രായേൽ സന്തതികളെയും കൂട്ടി രാത്രി രക്ഷപ്പെടാൻ അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് വഹി നൽകുന്നു. അവരെയും കൂട്ടി രാത്രി രക്ഷപ്പെടുക, നിങ്ങൾക്ക് പിന്നാലെ ഫിറഔനും കൂട്ടരും വരുന്നതാണ്. അങ്ങനെ നോക്കൂ, ഇസ്രായേൽ സന്തതികൾ ഖിബ്തികളോട് ഞങ്ങൾ ഒരു ആഘോഷത്തിന് പുറത്തേക്കൊന്ന് പോവുകയാണ് എന്ന് പറയുകയും അവരുടെ ആഭരണങ്ങൾ കടം വാങ്ങുകയും ചെയ്തു. അങ്ങനെ രാത്രി അവരൊന്നാകെ മൂസ അലൈഹിസ്സലാമും അതുപോലെ ബനു ഇസ്രായേലരും പുറപ്പെട്ടു എന്നാണ്. എന്നാൽ ഫിറഔനിന് എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് അവന് മനസ്സിലാവുകയും അവൻ്റെ മുഴുവൻ പരിവാരങ്ങളെയും കൂട്ടി മൂസ അലൈഹിസ്സലാമിനും ബനു ഇസ്രായേലിനും പിന്നാലെ വരികയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് ശുഅറായിൽ ആ സംഭവം വിശദീകരിച്ചത് നമുക്ക് കാണാം. അങ്ങനെ മൂസാ നബിയും ഇസ്രായേൽ മക്കളും അതാ ആ കടലിൻ്റെ അറ്റത്ത് എത്തിച്ചേരുകയാണ്, അതിൻ്റെ കരയിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് പിന്നിൽ ഫിറഔനും അവൻ്റെ സൈന്യവും ഉണ്ട്. അവരെ കാണുന്ന അവസ്ഥയിലെത്തി. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, മുന്നിൽ കടലാണ്, പിന്നിൽ ഫിറഔൻ്റെ സൈന്യമാണ്. ആ സമയത്ത് ഇസ്രായേൽ സന്തതികൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങളിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ആയത്തുകളുടെ തഫ്സീറിൽ നമുക്ക് ചില സംഭവങ്ങൾ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, തഫ്സീറിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും തമ്മിലുള്ള വ്യത്യാസം, അത് എങ്ങനെ മനസ്സിലാക്കണം, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. തഫ്സീറുകൾ നമുക്ക് കാണാം. ഈ സമയത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഫിറഔനിൻ്റെ കുടുംബക്കാരനായിരുന്നു എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അങ്ങനെ ഖിബ്തികളിൽ നിന്ന് വളരെ ചുരുക്കം പേരുണ്ടായിരുന്നു, ബനു ഇസ്രായേലുണ്ടായിരുന്നു. അവരിൽ ചിലർ നേരത്തെ ഫിറഔനിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ആൾ മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ചു അത്ര, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുൻ്റെ റസൂലെ, ഇതാ ഇവിടേക്ക് വരാനാണോ റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചത്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അതെ, ഇവിടേക്ക് വരാനാണ്. അപ്പം അദ്ദേഹം തൻ്റെ വാഹനവുമായി കടലിലേക്ക് ഒന്ന് നീങ്ങാൻ നോക്കിയെന്നാണ്. അള്ളാഹു ഇങ്ങോട്ടാണ് കൽപ്പിച്ചത് എങ്കിൽ ഇങ്ങോട്ട് വഴിയുണ്ടാകും, അതൊരു സംശയവുമില്ല എന്ന നിലക്ക് അള്ളാഹുൻ്റെ റസൂലെ, ഇവിടെ തന്നെയാണോ അള്ളാഹു കൽപ്പിച്ചത്? അതെ, ഇവിടെ തന്നെയാണെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കി എന്ന് തഫ്സീറുകൾ നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ, അവൻ്റെ വഅദിൽ, അവൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെയാണ്. മൂസ അലൈഹിസ്സലാമിനോട് അവർ ബനു ഇസ്രായേൽ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങൾ പിടിക്കപ്പെട്ടു, യാതൊരു സംശയവുമില്ല, ഇതാ ഇനി നാശമാണ്, ഇത് രക്ഷയില്ല. മൂസ അലൈഹിസ്സലാം ആ സമയത്ത് പറഞ്ഞു, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അല്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. സഹോദരങ്ങളെ, തവക്കുൽ
എന്ന് പറയുന്നത് വെളിവാവുക, അത് യഥാർത്ഥമാണോ അതല്ല വ്യാജമാണോ, ശരിയാണോ അതല്ല കേവലം അവകാശവാദമാണോ എന്നത് വെളിവാവുക പ്രതിസന്ധി സമയത്താണ്. അല്ലെങ്കിൽ തവക്കുൽ എന്നത് പറയാൻ വളരെ എളുപ്പമുള്ള വാക്കാണ്. ഖാവും വാവും ക്യാഫും ലാമും പറയാൻ എന്ത് പ്രയാസമുണ്ട്? തവക്കുൽ ഒരു ബുദ്ധിമുട്ടുമില്ല, പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് മാറ്റുരക്കപ്പെടുക എപ്പോഴാണ്? പ്രതിസന്ധിയുടെ സമയത്താണ്. തവക്കുൽ 3 കാര്യങ്ങൾക്ക് മേലാണ് പണിതുയർത്തപ്പെട്ടിട്ടുള്ളത്. തവക്കുൽ ഒന്ന്, അള്ളാഹുവാണ് റബ്ബ് എന്നും അതുപോലെ അവൻ്റെ അസ്മാവും അവൻ്റെ സിഫാത്തും അവൻ്റെ പേരുകളും വിശേഷണങ്ങളുമൊക്കെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുക. തവക്കുൽ ആദ്യം ഉയർത്തപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ മുകളിലാണ്. കാരണം എന്താണ്? ആരിലാണ് ഒരു മുഅ്മിൻ തവക്കുലാക്കുക? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതുപോലെ വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവരിൽ നീ തവക്കുലാക്കുക. നമ്മെക്കുറിച്ച് എല്ലാം അറിയുന്ന, നമ്മോട് ഏറ്റവും റഹ്മത്തുള്ള ഏതൊരുവൻ വിധിച്ചത് മാത്രമേ നടക്കുമോ അവനിലാണ് തവക്കുൽ. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഒരു ഫൈലസൂഫിന് ഒരിക്കലും തവക്കുലാക്കാൻ കഴിയില്ല, ഒരു ഖദരി ഒരിക്കലും അവന് തവക്കുലാക്കാൻ കഴിയില്ല, ഒരു ജഹ്മിക്ക് ഒരിക്കലും തവക്കുലാക്കാൻ കഴിയില്ല. ഫൈലസൂഫ് എന്നതുകൊണ്ട് ഉദ്ദേശം പണ്ട് ഗ്രീക്ക് ഫിലോസഫിയിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ, അവരുടെ വിശ്വാസം എന്തായിരുന്നു? അള്ളാഹുവിന് അവൻ്റെ അടിമകളെക്കുറിച്ച് മൊത്തത്തിലേ അറിയുകയുള്ളൂ, സൂക്ഷ്മമായി അറിയുകയില്ല എന്നാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിക്കുന്ന ഖദർ, അവനെന്ത് തവക്കുൽ? അള്ളാഹു വിധിച്ചത് മാത്രമേ നടക്കൂ എന്ന് വിശ്വസിക്കാത്തവൻ എങ്ങനെ അള്ളാഹുൽ തവക്കുലാക്കാൻ സാധിക്കും? ജഹ്മി, അള്ളാഹുവിൻ്റെ പേരുകളിലും വിശേഷണങ്ങളിലും വിശ്വസിക്കാത്തവൻ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവൻ, അവനെങ്ങനെ അള്ളാഹുൽ തവക്കുലാക്കാൻ സാധിക്കും? എങ്ങനെയാണ് ഒരു മുഅ്മിൻ അള്ളാഹുൽ തവക്കുലാക്കുന്നത്? അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ എന്തിനും കഴിവുള്ളവനാണ്, അവൻ അടിമകളോട് റഹ്മത്തുള്ളവനാണ്. ഇങ്ങനെയുള്ള റബ്ബിൽ ആണ് മുഅ്മിൻ തവക്കുലാക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ തവക്കുൽ. ഇതിന് മുകളിലാണ് പണിതുയർത്തപ്പെട്ടിട്ടുള്ളത് ആദ്യമായി. രണ്ടാമത്തേത് ഫിഅലുൽ അസ്ബാബ്, സബബുകൾ പ്രവർത്തിക്കുക. അഥവാ ഒരു കാര്യത്തിന്, ഏത് കാര്യത്തിനും എന്തുണ്ടാകും? ദുനിയാവായ ഒരു കാര്യം നടക്കാൻ അള്ളാഹു കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും, ഭൗതികമായ കാരണങ്ങൾ, അത് പ്രവർത്തിക്കുക. പക്ഷെ ആ കാരണം ഹലാലായിരിക്കണം, മശ്റൂ ആയിരിക്കണം. ഇത് ഉണ്ടെങ്കിലേ തവക്കുൽ ശരിയാകും. ഇതില്ലാതെ എന്തില്ല? തവക്കുലില്ല. ഇതുണ്ടെങ്കിലാണ് തവക്കുൽ യഥാർത്ഥ തവക്കുൽ ആവുകയുള്ളൂ എന്നാണ്. നോക്കൂ, അതുകൊണ്ടാണ് ഇമാമുൽ മുതവക്കിലി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അള്ളാഹുൽ തവക്കുലാക്കി ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ 2 ദിർഅ അണിഞ്ഞിരുന്നു എന്നാണ്. പടയെങ്കി ഒന്നിനു മുകളിൽ ഒന്ന്, 2 എണ്ണം അണിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ പങ്കെടുത്തത്. അള്ളാഹുൽ തവക്കുലാക്കുന്ന ഇതൊന്നും ആവശ്യമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖിൽ മദീനക്ക് ചുറ്റും സൽമാൻ അൽ ഫാരിസിയുടെ നിർദ്ദേശപ്രകാരം റളിയല്ലാഹു അൻഹു കിടങ്ങുഴിച്ചിരുന്നു. അത് സബബ് സ്വീകരിക്കലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറക്ക് പോകുമ്പോൾ, മക്കയിൽ മദീനയിലേക്ക് പോകുമ്പോൾ, മദീനയിലേക്കുള്ള വഴി കാണിക്കാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന ആളെ കൂടെ കൂട്ടിയിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തിന് ഒരു വർഷത്തെ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സമൃദ്ധി ഉണ്ടായിരുന്ന കാലത്ത് മാറ്റിവെച്ചിരുന്നു. നബിയുടെ ധാരാളമായ ദാനധർമ്മങ്ങൾ കാരണത്താൽ അത് വേഗം തീർന്നു പോയിരുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മാറ്റി ഒരു വർഷത്തേക്കുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കി വെച്ചിരുന്നു. അത് യഥാർത്ഥ എന്നിട്ട് തവക്കുലാക്കുക. പക്ഷേ ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഹൃദയം ഒരിക്കലും ഇതിൽ അവലംബിക്കരുത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ തവക്കുലിനെ കുറിച്ച് വിശദീകരിച്ച് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഖത്ഉ നദരി അനിൽ അസ്ബാബ് ബഅദ ഫിഅലിൽ അസ്ബാബ്. തവക്കുൽ അതാണ്. അഥവാ നീ ഭൗതികമായ കാരണങ്ങളൊക്കെ പ്രവർത്തിച്ച് പിന്നെ അത് തിരിഞ്ഞു നോക്കാതിരിക്കുക, ഹൃദയം അതിൽ അവലംബിക്കരുത്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇദ്റാബുൻ ബിലാ സുകൂൻ വസുകൂനുൻ ബിലാ ഇദ്റാബ്. അതാണ് തവക്കുൽ. ഇദ്റാബുൻ ബിലാ സുകൂൻ, നീ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കാതെ ശരീരം കൊണ്ട്, അവയവം കൊണ്ട് എന്ത് ചെയ്യുക? സബബുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കരുത്. എന്നാൽ നിൻ്റെ ഹൃദയം സുകൂനുൻ ബിലാ ഇദ്റാബ്,
ഹൃദയം അത് അള്ളാഹുവിൽ അവലംബിച്ചുകൊണ്ട് അവനിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട് അതടങ്ങിയിരിക്കുക. ഇതില്ലാതെ തവക്കുലുണ്ട് എന്നത് തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ചില കഥകൾ കാണാം, ചില കിതാബുകളിൽ കാണാം, ഇബ്നുൽ ഖയ്യിം പറയുന്നത് യഥാർത്ഥത്തിൽ സബബ് സ്വീകരിക്കാതിരിക്കാനുള്ളത് സാധിക്കില്ല, അതാണ് ദുനിയാവിൽ നടക്കുന്ന കാര്യമല്ല എന്നാണ്. എന്തെങ്കിലും ഒരു സബബ് സ്വീകരിക്കാതിരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം തവക്കുൽ തന്നെ ഒരു സബബാണ്. തവക്കുൽ തന്നെ യഥാർത്ഥത്തിൽ എന്താണ്? കാര്യം നടക്കാനുള്ള സബബാണ്. ഒരാളെക്കുറിച്ച് പറയുകയുണ്ടായി, എന്ത്, അയാൾ പണ്ട് ഒരു യാത്ര പോവുകയാണ്. യാത്രയിലാകെ കൊണ്ടുപോകുന്നത് ഒരു സൂചിയും കുറച്ച് നൂലും ഒരു പാത്രവും, വേറെ ഒന്നുമില്ല, യാത്രക്കൊന്നും എടുക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോൾ യാത്രക്കുള്ള ജാദ് വിഭവങ്ങൾ കൊണ്ടുപോയിരുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വതസവ്വദു, നിങ്ങൾ യാത്രക്കുള്ള വിഭവങ്ങൾ കയ്യിൽ കരുതൂ, ഫഇന്ന ഖൈറ സാദി തഖ്വ, ഏറ്റവും നല്ല ജാദ് അത് തഖ്വയാണ്. ഇദ്ദേഹം ഒരാൾ സൂചി നൂലും ഒരു പാത്രം, അപ്പോൾ എന്താണ് ഇത് കൊണ്ടുപോകാനുള്ള കാരണം? അപ്പോൾ പറഞ്ഞു, ഞാൻ അള്ളാഹുൽ തവക്കുലാക്കിയിരിക്കുകയാണ്. സൂചി കൊണ്ടുപോകുന്നത് എൻ്റെ യാത്രയിലെങ്ങാനും എൻ്റെ വസ്ത്രം കീറിയാൽ അത് തുന്നാനാണ് സൂചിയും നൂലും, ഔറത്ത് വെളിവാകരുതല്ലോ. പാത്രം ഒതുവെടുക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്ന വാദം ശരിയാണെങ്കിൽ അതും എടുക്കാൻ പാടില്ലല്ലോ. എന്തിനാണ് അതെടുക്കുന്നത്? അതിലും ഈ പറഞ്ഞ തവക്കുലാക്കിയാൽ പോരെ? അല്ലാതെ എടുത്തിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു അത് സാധ്യമല്ല. വേറൊരു ആളെക്കുറിച്ച് പറയപ്പെടാറുണ്ട്, അദ്ദേഹം കുറേ മിസ്കീനുകൾ താമസിക്കുന്ന, പാവങ്ങളായ ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗത്തൊരു വീട്ടിൽ താമസിക്കും. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് ജനങ്ങൾക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന, ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആളുകൾ വന്ന് ഇങ്ങനെ ഭക്ഷണം കൊടുത്തു പോകും. അപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഇദ്ദേഹം തീരുമാനിച്ചു, ഇനി ഞാൻ തവക്കുലാക്കും, അതുകൊണ്ട് ഇവരുടെ ഭക്ഷണമൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾ വീട് പൂട്ടി വാതിലടച്ചുള്ളിലിരുന്നു. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ വന്നു ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലെത്തി. അപ്പോൾ അവർക്ക് തോന്നി വീട് അടച്ചിട്ടുണ്ട്, ആളില്ല എന്ന് കരുതി, അവിടെ ആളുണ്ടാവില്ല എന്ന് കരുതി അവർ പോയി. ഇദ്ദേഹം ഉള്ളിലിരുന്ന് കേൾക്കുന്നുണ്ട്, ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം അന്ന് കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസം ഇതേപോലെ ഇദ്ദേഹം അടച്ചിട്ടിരുന്നു. ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ മുന്നിൽ വന്നു, ആളില്ലാന്ന് വിചാരിച്ച് അവർ പോയി. മൂന്നാമത്തെ ദിവസം ആൾക്ക് വിശപ്പ് കനത്തു. അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ മുന്നിലെത്തിയപ്പോൾ ഇദ്ദേഹം ഉള്ളിൽ നിന്ന് തൊണ്ടയനക്കി. ആളുകൾക്ക് മനസ്സിലായി അകത്ത് ആളുണ്ട്. അങ്ങനെ വിളിച്ച് ഭക്ഷണം കൊടുത്തു. പിന്നീട് ആളുകൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് തവക്കുൽ, സബബ് ഇല്ലാതെയുള്ള തവക്കുൽ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്രേ, തൊണ്ട അനക്കിയിട്ടെങ്കിലും സബബ് സ്വീകരിക്കാതെ രക്ഷയില്ല. സബബ് സ്വീകരിക്കാതെ രക്ഷയില്ല, ഒന്ന് തൊണ്ട അനക്കിയിട്ടെങ്കിലും. ഇതാണ് കാര്യം യഥാർത്ഥത്തിൽ. പക്ഷേ ആ സബബ് അത് മഷ്റൂ ആയിരിക്കണം, ഹലാലായിരിക്കണം. അതിൽ നീ ഹൃദയം അവലംബിക്കരുത്. ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കുക. അപ്പോൾ നോക്കൂ, ഒന്ന് അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് മനസ്സിലാക്കുക, അവൻ്റെ റുബൂബിയത്ത് മനസ്സിലാക്കുക. രണ്ടാമത്തേത് അസ്ബാബ് പ്രവർത്തിക്കുക. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ മുകളിലാണ് തവക്കുൽ നിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഹൃദയത്തിൻ്റെ അമലാണ്. അതുകൊണ്ടാണ് ഇമാം അഹമ്മദിനോട് തവക്കുൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹമ്മദ് പറഞ്ഞു റഹിമഹുല്ലാഹ്, അമലുൽ ഖൽബ്, അത് ഖൽബിൻ്റെ പ്രവർത്തനമാണ്. എന്താണ് ഖൽബിൻ്റെ പ്രവർത്തനം? അള്ളാഹുൽ നീ ഭരമേൽപ്പിക്കുക, കാര്യങ്ങൾ റബ്ബിനെ ഏൽപ്പിക്കുക, ഹൃദയം കൊണ്ട് അവനിൽ ഉറപ്പിക്കുക, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക, ഹുസ്നുദ്ദൻ, അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് നീ അറിയുക. നിനക്ക് വേണ്ടി നീ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹു തിരഞ്ഞെടുത്ത് തരുന്നതാണ്. നീ നിൻ്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ നിനക്ക് നല്ലത് അള്ളാഹു എന്താണോ നിനക്ക് തിരഞ്ഞെടുത്ത് തന്നത് അതാണ്. അതുപോലെ നോക്കൂ, നീ നിൻ്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങളും തീരുമാനങ്ങളും നീക്കുപോക്കുകളെക്കാൾ അള്ളാഹു എന്താണോ നിനക്ക് നിശ്ചയിച്ചു തരുന്നത് അതാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ശരിക്ക് വെളിവാവുക എവിടെയാണ്? പ്രതിസന്ധി ഘട്ടത്തിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്ത് അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. തവക്കുലിൻ്റെ വാക്കാണത്. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി, നിഅമൽ വക്കീൽ, അവൻ എത്ര നല്ല വക്കീലാണ്. അള്ളാഹുവിൻ്റെ പേരുകളിലൊന്നാണ് അൽ വക്കീൽ. അടിമകളെ ഏൽപ്പിച്ചവൻ, അടിമകളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ.
അവൻ മതി, അവൻ എത്ര നല്ലവനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് പറഞ്ഞ വാക്കാണ് ഹസ്ബി അല്ലാഹ് നിഅമൽ വക്കീൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഇതെപ്പോഴാണ് പറയുന്നത്? ഉഹദ് കഴിഞ്ഞു. ഉഹദ് കഴിഞ്ഞ ഉടനെ അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചു പോകുമ്പോൾ അവർക്ക് തോന്നി ചെയ്തത് ശരിയായില്ല. മദീനയിലേക്ക് കയറി അവരെ ഒന്നാകെ നശിപ്പിച്ചിട്ട് ആയിരുന്നു തിരിച്ചു പോരേണ്ടിയിരുന്നത്. അങ്ങനെ തിരിച്ചു പോകാൻ അവരൊരുങ്ങി, മദീനയിലേക്ക് വീണ്ടും വരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ഈ വിവരം കിട്ടി. ഉഹദിലേറ്റ മുറിവുകളുമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതാ പുറപ്പെടുകയാണ്. അള്ളാഹു ഖുർആനിൽ അതേക്കുറിച്ച് പറഞ്ഞു, മിൻ ബഅദി മാ അസാബഹുൽ ഖർഹ്, മുറിവുകളേറ്റ ശേഷം അവർ വീണ്ടും പുറപ്പെട്ടു ആ മുറിവുകളോടെ. അങ്ങനെ ഹംറാഉൽ അസദിലെത്തി. പക്ഷെ അബൂ സുഫിയാൻ്റെയും കൂട്ടരുടെയും മനസ്സിൽ അള്ളാഹു ഭയമിട്ട് കൊടുത്തു. അവർ തിരിച്ചുപോയി, അവർ വന്നില്ല. പക്ഷെ വരുന്നതിനിടയിൽ ഒരു കൂട്ടർ മദീനത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവരോട് പറഞ്ഞയച്ചു, ചെന്നിട്ട് പറയണം ഞങ്ങൾ മദീന ഒന്നാകെ തുടച്ചു നീക്കാൻ വരുന്നുണ്ട് എന്ന്. ഈ വിവരം ആളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിനോട് പറയുകയാണ്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ഇതാ ആളുകളൊക്കെ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു, പേടിച്ചോളൂ, നിങ്ങൾ സൂക്ഷിച്ചോളൂ. അള്ളാഹു പറയുകയാണ്, الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. അവരുടെ ഈമാനാണ് വർദ്ധിച്ചത്. അവർ പറഞ്ഞു ഹസ്ബുന അല്ലാഹ് വനിഅമൽ വക്കീൽ. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഈ രൂപത്തിൽ തവക്കുലാക്കിയാൽ അള്ളാഹു സംരക്ഷിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കഥയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പണ്ട് കാലത്തൊരു ബുഖാരിയുടെ സഹീഹിൽ ഈ ഹദീസ് നമുക്ക് കാണാം. പണ്ട് കാലത്തൊരു കുഞ്ഞിന് ഉമ്മ പാല് കൊടുക്കുകയാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വിരലിട്ടിട്ട് ഇതിങ്ങനെ കാണിച്ചു എന്നാണ്. വായിൽ വിരലിട്ടിട്ട് കുഞ്ഞ് പാൽ കുടിക്കണം, വായിൽ വിരലിട്ട് കാണിച്ചു. അപ്പോൾ ഒരു കുതിരപ്പുറത്ത് വളരെ പ്രൗഢിയോടെ ഒരാൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, എൻ്റെ മോനെ ഇതേപോലെ ആക്കണേ അള്ളാഹുവേ. അപ്പോൾ കുഞ്ഞ് വായ പുറത്തെടുത്തു, പാൽ കുടിക്കണ കുഞ്ഞ് വായ പുറത്തെടുത്തിട്ട് പറഞ്ഞു, അള്ളാഹു എന്നെ ഇങ്ങനെ ആക്കരുത്. കുഞ്ഞ് സംസാരിച്ച അത്ഭുത സംഭവങ്ങളിൽ എണ്ണം പറഞ്ഞ അത്ഭുത സംഭവങ്ങളിൽ ഒന്നിതാണ്. പിന്നെ അതാ ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ വലിച്ചഴച്ച ആളുകൾ കൊണ്ടുപോകുന്നു. അവൾ അടിക്കുകയാണ്, മർദ്ദിക്കുകയാണ്. അവൾ വ്യഭിചരിച്ചിട്ടില്ല, പക്ഷേ ആളുകൾ അവളോട് പറഞ്ഞു ജനയിത്തി. അവൾ മോഷ്ടിച്ചിട്ടില്ല, പക്ഷെ ആളുകൾ അവളോട് പറയുന്നു സറക്തി. അവൾ പറയുന്ന വാക്കെന്താണ്? ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. ഹദീസുകൾ നമുക്ക് കാണാം, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. ഈ ഉമ്മ പറഞ്ഞു, എൻ്റെ മോനെ ഇതുപോലെ ആക്കല്ലേ. കുഞ്ഞ് വായ പുറത്തെടുത്തിട്ട് പറഞ്ഞു, അള്ളാഹു എന്നെ ഇതുപോലെ ആക്കണേ. എന്തുകൊണ്ടാണത്? കാരണം നേരത്തെ പോയാൾ ഒരു അഹങ്കാരിയാണ്. അവൻ നരകക്കാരിൽപ്പെട്ടവനാണ്. എന്നാൽ ഇതൊരു സാധു സ്ത്രീയാണ്. ഇവൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗമാണ്. ആ അർത്ഥത്തിലാണ് ഈ കുഞ്ഞ് ഇങ്ങനെ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിൽ നമുക്ക് കാണാം, ആ പെണ്ണെന്താണ് പറയുന്നത്? ഹസ്ബി അല്ലാഹ് നിഅമൽ വക്കീൽ. അപ്പോൾ നോക്കൂ, ഈ വാക്ക് അത് യഥാർത്ഥ രൂപത്തിൽ ഒരാൾ പറഞ്ഞാൽ അള്ളാഹു ഒരാളെ സംരക്ഷിക്കുമെന്നാണ്. ഹസ്ബി അല്ലാഹ് നിഅമൽ വക്കീൽ പ്രയാസഘട്ടങ്ങളിൽ പറയാനുള്ള വാക്കുകളിലൊന്നാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ ഈ യഥാർത്ഥ തവക്കുൽ നമുക്ക് ഈ സമയത്ത് കാണാം. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തവക്കുലിൻ്റെ യഥാർത്ഥ അർത്ഥം നിനക്ക് മനസ്സിലാകണോ? ഒരു ഉദാഹരണം ഓർക്കുക. ഒരു ഭയപ്പാടിൻ്റെ വഴിയിലൂടെ, പലതും പേടിക്കേണ്ടതുള്ള ഒരു വഴിയിലൂടെ തൻ്റെ ഉപ്പയുടെ കൂടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് പോകുന്ന ഒരു കുഞ്ഞിനെ നീ ആലോചിച്ച് നോക്കും. ഒരു കുട്ടിയെ, ചെറിയ കുട്ടിയെ. ഈ കുട്ടി ഉപ്പയിലാണ് സകലം ഏൽപ്പിച്ചിട്ടുള്ളത്. കുട്ടിക്കറിയാം ഇപ്പം എനിക്ക് ഖൈർ മാത്രമേ വരുത്തുള്ളൂ, എന്നോട് റഹ്മത്തുണ്ട്, സ്നേഹമുണ്ട്. ഇപ്പം അതേ മകന് നന്മയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ടാണ് ഉപ്പ കൊണ്ടുപോകുന്നത്, അങ്ങോട്ട് കുട്ടി പോകും. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളാണ്. ഈ കുട്ടിക്ക് ഉപ്പയിൽ എത്രമാത്രം അവലംബം അർപ്പിച്ചിരിക്കുന്നോ അതിനേക്കാൾ അപ്പുറത്താണ് റബ്ബിലുള്ള നിൻ്റെ അവലംബം. അള്ളാഹു യഥാർത്ഥത്തിൽ ഒരാളെ തവക്കുലാക്കിയാൽ ഫഹു ഹസ്ബു, അവൻ അള്ളാഹു മതി എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. ഒരു നാട്ടിലെ ഭരണാധികാരി ഒരാളോട് പറയാണ്, ഞാനുണ്ട്, നീ ഒന്നും പേടിക്കണ്ട, പോയിക്കോ എന്നൊരാൾ, ഒരു രാജാവ് ഒരു നാട്ടിലെ ഒരാൾ, സാധാരണക്കാരനായ ഒരാളോട് പറഞ്ഞു. എങ്ങനെയായിരിക്കും പിന്നെ ആ നാട്ടിൽ നടക്കുക? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു ഒമയ തവക്കൽ അല്ലാഹു ഫഹു ഹസ്ബു. യഥാർത്ഥത്തിൽ ഏത് മലിക്കും മംലൂക്കാണ്, ഏത് രാജാവും അള്ളാഹുവിൻ്റെ അടിമയാണ്. എല്ലാ രാജാക്കന്മാരുടെയും
മുകളിലുള്ള മലിക്കായ റബ്ബ് പറയാം വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ഈ രൂപത്തിൽ അള്ളാഹുൽ തവക്കുലാക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദീനിൻ്റെ പകുതിയാണ് അത് എന്ന്. ഫഅബ്ദുഹു വതവക്കൽ അലൈഹി. അള്ളാഹു പറഞ്ഞത് നീ അവനെ ഇബാദത്ത് ചെയ്യുക, അവൻ തവക്കുലാക്കുക. ഖുൽ ഹുവ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ. റഹ്മാനായ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവനിൽ മാത്രം ഞങ്ങൾ തവക്കുലാക്കിയിരിക്കുന്നു. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹു അവനിൽ തവക്കുലാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ മൂസ അലൈഹിസ്സലാം തന്നെ പറഞ്ഞതാണ് ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലു ഇൻ കുൻതും മുസ്ലിമീൻ. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവനിൽ മാത്രം നിങ്ങൾ തവക്കുലാക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ. ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ ഷർത്താണ് തവക്കുൽ. ഇസ്ലാം ഈമാനും ശരിയാകണമെങ്കിൽ എന്ത് വേണം? തവക്കുൽ ശരിയാകണം. തവക്കുൽ എത്ര ദുർബലമാകുന്നു അത്രയും ഈമാൻ ദുർബലമാകുമെന്നാണ്. യഥാർത്ഥ തവക്കുൽ മൂസ അലൈഹിസ്സലാം നടത്തി. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവനെനിക്ക് വഴി കാണിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ആ വടി കൊണ്ട് കടലിൽ അടിക്കുക. കടലതാ രണ്ടു ഭാഗത്തേക്ക് പിളർന്ന് വഴി മാറുകയാണ്. തഫ്സീറുകളിൽ കാണാം ഒരു വഴിയായിട്ടല്ല, മറിച്ച് 12 വഴിയായി മാറിയത്. എന്തിന്? ഓരോ ഗോത്രക്കാർക്കും കടന്നു പോകാൻ. ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ മുൻഗാമികളിൽ പലരും ഇത് പറഞ്ഞത് കാണാം. അല്ലാഹു തആല ആലം. കടൽ പിളർന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല അത് ഉണങ്ങിയ ഒരു വഴിയായി തീർന്നു. മൂസ അലൈഹിസ്സലാമും കൂട്ടരും അതാ അതിലൂടെ കടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതും കണ്ടിട്ടാണ് ആര് വരുന്നത്? ഫറഔനും കൂട്ടരും വരുന്നത്. ഫറഔനും കൂട്ടരും തഫ്സീറുകളിൽ കാണാം ഈ കാഴ്ച കണ്ടവൻ പതറി. പക്ഷേ അവൻ്റെ അഹങ്കാരവും അവൻ്റെ താൻപോരിമയും ഇത് തനിക്ക് വേണ്ടി പിളർന്നതാണെന്ന രൂപത്തിൽ അവൻ ആളുകൾ അതിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നാണ്. അള്ളാഹു ഒരുവന് ഷഖാവത്ത് വിധിച്ചാൽ, അള്ളാഹു ഒരുവന് ദൗർഭാഗ്യം വിധിച്ചാൽ യാതൊരു സംശയവുമില്ല, അവൻ നശിക്കുക തന്നെ ചെയ്യും. മൂസാ നബിയും കൂട്ടരും അപ്പുറത്ത് കടന്നു. ഫറഔനും കൂട്ടരും അതാ പിന്നാലെ ചെന്നു. അവർ ആ കടലിന് മധ്യേ എത്തിയപ്പോൾ അതാ റബ്ബ് സുബ്ഹാനഹു വതആല സമുദ്രത്തെ വീണ്ടും പഴയ പോലെ ആക്കുകയാണ്. തിരമ്പി വരുന്ന തിരമാലകൾ അവരെ മുക്കിക്കളയുകയാണ്. ഫറഔൻ അവനെ ഗറക്ക് പിടികൂടിയ സമയത്ത്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ സമയത്ത് അവൻ പറഞ്ഞു ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഞാനിതാ ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചിരിക്കുന്നവനാരോ. അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ അവൻ പറഞ്ഞതായി ഖുർആനിലില്ല, മറിച്ച് ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ. ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചവനെ ആരോ അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കും, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ്. എന്താണ് മറുപടി? ആൽ ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴോ? നീ ഇതിനു മുമ്പ് ധിക്കരിച്ചവനാണ്, നീ ഇതിനു മുമ്പ് അങ്ങേയറ്റത്തെ കുഴപ്പക്കാരുടെ കൂട്ടത്തിലായിരുന്നു. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ ശിക്ഷ മുന്നിൽ കണ്ടാലുള്ള വിശ്വാസം പ്രയോജനപ്പെടുകയില്ല. അതിനു മുമ്പ് തൗബ ചെയ്യണം. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, നസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സ്ഥിരപ്പെട്ടതാണെന്ന് തൻ്റെ സിൽസിലത്ത് ഹദീസ് സഹീഹയിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുന്നതായി നമുക്ക് കാണാം, ഓ മുഹമ്മദ്, നീ എന്നെ കണ്ടിരുന്നുവെങ്കിൽ ഫിറഔൻ മരിക്കുന്ന വേളയിൽ ആ കടലിന് താഴെയുള്ള ചെളിമണ്ണെടുത്ത് ഞാനവൻ്റെ വായിലേക്ക് തള്ളിക്കൊണ്ടിരുന്ന രംഗം ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. അവൻ്റെ വായിലേക്ക് ആ കടലിനടിയിലെ ചെളിമണ്ണെടുത്ത് ഞാൻ തള്ളിക്കൊണ്ടിരുന്ന രംഗമോ മുഹമ്മദ് നീ കണ്ടിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ്? അവന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. കിട്ടരുതവൻ. അത് പേടിച്ച് ഞാൻ അവൻ്റെ വായിലേക്ക് ഈ ചെളിമണ്ണ് തള്ളിക്കൊണ്ടിരുന്ന രംഗം ഓ മുഹമ്മദ് നീ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായി സ്ഥിരപ്പെട്ട ഹദീസുകളിൽ കാണാം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് വിധിച്ചത് അതാണ്. അള്ളാഹു അവന് വിധിച്ചത് ആ കുഫറിൻ്റെ മരണമാണ്. അതുവരെ അവൻ ജീവിച്ചത് അങ്ങനെയാണ്. അങ്ങനെ തന്നെയായി അവൻ്റെ മരണവും. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ചരിത്രം കുഫാറുകൾക്ക് അതുപോലെ കുഫറിൻ്റെ അങ്ങേയറ്റത്തെ അതിൻ്റെ ഉദാഹരണമായി അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് കാണാം. അതുകൊണ്ടാണ് കൊടിയ കുഫറും അഹങ്കാരവും ഉണ്ടായാലാണ് ഒരുവനെ ആളുകൾ ഫിറഔനോട് താരതമ്യപ്പെടുത്തുക. അബൂജഹലിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, ഫിറഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിറഔനാണ് ഇത്. അങ്ങനത്തെ ധിക്കാരം
അതുപോലെ ആളുകളോടുള്ള ദ്രോഹം ഇത് കണ്ടാലാണ് ആളുകൾ എന്ത് ചെയ്യുക? ഫിറഔനോട് ആളുകളെ ഉപമപ്പെടുത്തുക, തുലനപ്പെടുത്തുക. അത്രയും വലിയ കുഫറിന് ഉദാഹരണമായി അവൻ ആയി. അവൻ്റെ മരണം ആളുകൾ വിശ്വസിച്ചില്ല എന്നാണ്. പലർക്കും സംശയം, ഇവൻ മരിക്കുമോ എന്ന ആളുകൾക്ക് പേടി തോന്നി. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ശരീരം ആളുകൾക്ക് മുഴുവൻ കാണിച്ചു കൊടുത്തു എന്നാണ്. ആളുകൾക്ക് മുഴുവൻ കാണിച്ചു കൊടുത്തു. അതാണ് ആയത്തിൻ്റെ തഫ്സീർ. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇന്ന് നാം നിൻ്റെ ശരീരത്തെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ് നിനക്ക് ശേഷമുള്ളവർക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട്. അതല്ലാതെ അവൻ്റെ ശരീരം അന്ത്യനാൾ വരെ നിലനിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ അല്ലെങ്കിൽ ഈ ആയത്തിൻ്റെ തഫ്സീർ മുൻഗാമികളോ പറഞ്ഞതായി നമുക്ക് കാണുക സാധ്യമല്ല. മറിച്ച് അവൻ്റെ മരണം ആളുകൾ വിശ്വസിച്ചില്ല. അപ്പോൾ അള്ളാഹു അവൻ്റെ ശരീരം ആളുകൾക്ക് കാണിച്ചു കൊടുത്തു എന്നാണ്. അതല്ല എങ്കിൽ ബാക്കി എല്ലാവരെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അവനും ബാധകമാണ്. ഏതാണ് ഹദീസ്? മനുഷ്യൻ്റെ ശരീരം മുഴുവൻ മണ്ണ് തിന്നും. അവൻ്റെ നട്ടലിൻ്റെ അടിഭാഗത്തുള്ള അജബുദ്ദനബ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഒരു പൊടി ഒഴികെ അതിൽ നിന്ന് ആളുകൾ ഉയർത്തെഴുന്നേറ്റ് നാളെ പരലോകത്ത് വരും. ഈ പറഞ്ഞത് ഫിറഔനും ബാക്കിയുള്ളവർക്കുമൊക്കെ ബാധകമായ കാര്യം തന്നെയാണ്. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവനെക്കുറിച്ച് പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവ വഅശിയ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. രാവിലെയും വൈകുന്നേരവും അവർ നരകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. അന്ത്യനാൾ വരെ അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ബർസഖിൽ ഖബറിലെ ശിക്ഷക്കുള്ള തെളിവാണ് സൂറത്തു ഗാഫിറിലെ ഈ ആയത്ത്. ഫിറഔനെയും കൂട്ടരെയും അള്ളാഹു രാവിലെയും വൈകുന്നേരവും നരകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ ആയത്ത്. അന്ത്യനാളിലാകട്ടെ ഏറ്റവും കടുത്ത ശിക്ഷയിലേക്ക് അവൻ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.